ഇതാണ് ഗൈസ് മോർണിംഗ് വ്യൂ. ബസ്സിൽ കിടന്ന് നല്ല ഉറക്കമായിരുന്നു. ഇപ്പം എണീച്ചതേ ഉള്ളൂ. വാഷ്റൂമിൽ പോയിട്ട് സംസാരിക്കാം. ഗൈസ് ഗുഡ് മോർണിംഗ്. മൂക്കൊക്കെ അടഞ്ഞു. വരുവാ. ബസ് നിർത്തി നമ്മുടെ വാഷ്റൂമിൽ പോകാൻ വേണ്ടി എണീച്ചതാ. ഓക്കെ, ഈ റൂമിലാണ് ഗൈസ് നമ്മൾ സ്റ്റേ ചെയ്യുന്നത്, അല്ലേ ഫേബ? ഹായ് ഗൈസ്, എങ്ങനെയാണ് ഒരുങ്ങിയത്? ഇതുണ്ട് മൈസൂർ പാലസിലോട്ടാണ് പോകുന്നത്. സോ ഇതാണ്. സോ ഗൈസ്, നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് പോവാം. എനിക്ക് എൻ്റെ ലുക്ക് കണ്ടിട്ട് നമുക്ക് തൃപ്തിയാവുന്നില്ല. കാരണം ഞാൻ അങ്ങനെ കമ്മലിടാറില്ല. ഇപ്പം ഇട്ടപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടു. എൻ്റെ ഫുൾ ഔട്ട്ഫിറ്റ് ഒന്ന് കാണിച്ചു കൊടുക്കുമോ? ഇതാണ് എൻ്റെ ഔട്ട്ഫിറ്റ്. നമുക്ക് ഫുഡ് എടുക്കാം ഗൈസ്, നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ്. ഇതാണ് ഗൈസ് ഞാനെടുത്ത ബ്രേക്ക്ഫാസ്റ്റ്. കുറേ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ട്. ബ്രേക്ക്ഫാസ്റ്റ് അല്ല, കുറേ കറികളുണ്ട്. സോ ഗൈസ്, ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. ഇനി നമ്മൾ ബസ്സിൽ കയറിയിട്ട് മൈസൂർ എക്സ്പ്ലോർ ചെയ്യാൻ പോവും. ഓക്കെ, അതേ ഉള്ളൂ ഇന്നത്തെ പരിപാടി. എൻ്റെ മൂക്കൊക്കെ ആകെ സീനായിരിക്കുകയാണ്. ഇന്നലെ ഒന്നും ഒരു പോളെ കണ്ണടയ്ക്കാൻ പറ്റിയിട്ടില്ല. ബസ്സിന് ശ്വാസം വരുന്നില്ലല്ലോ. അങ്ങനെ കൊണ്ടയും. പക്ഷെ ഇന്ന് വരെ എനിക്ക് ഇങ്ങനത്തെ ഒരു പ്രശ്നം വന്നില്ല. ആദ്യമായിട്ട് ഈ ഇറങ്ങിയപ്പം ഒരു പ്രശ്നം. കുഴപ്പമില്ല, എനിക്കിന് അഡ്ജസ്റ്റ് അല്ലെങ്കിൽ അത്രേ ഉള്ളൂ. 10 കിലോമീറ്റർ ചർച്ച 1936 കാലഘട്ടത്തിലാണ്. സോ ഗൈസ്, നമ്മളിപ്പം ഒരു ചർച്ചിൽ വന്നു. എന്തായിരുന്നു? സെന്റ് ഫിലോമിനാസ് ചർച്ച് സർക്കിൾ. ഇതാണ് ഈ ചർച്ച്. നല്ല വെയിലുണ്ട്, നല്ല ആവശ്യത്തിൽ അധികം വെയിലുണ്ട്. ഫോട്ടോ എടുക്കാൻ വേണ്ടിയാണേ. ഫോട്ടോ എടുത്തു കഴിഞ്ഞു. ഫോട്ടോ എടുത്തുടനെ എല്ലാവരും എണീച്ച് പല ദിക്കിലായിട്ട് പോയി. സോ ഇനി ചർച്ച് എക്സ്പ്ലോർ ചെയ്യാം. ഇതാണ് ഗൈസ് പള്ളി. താഴോട്ടുണ്ട് ഇറങ്ങാനായിട്ട്. താഴോട്ട് പോവാം. കുറെ സ്ക്രിപ്റ്റേഴ്സ് ഒക്കെ എഴുതിയിട്ടുണ്ട് കണ്ടോ മതിലിൽ. ഈ സ്ക്രിപ്റ്റേഴ്സിൻ്റെ നടുക്ക് കൂടെയാണ് ഞാൻ നടന്നു പോകുന്നത്. കണ്ടോ, എല്ലാ സ്ക്രിപ്റ്റേഴ്സാണ്. ഇതൊക്കെ ഇതിനകത്ത് എന്തെങ്കിലും ഹിസ്റ്ററി കാണും, പക്ഷെ നമുക്കറിയത്തില്ല. ആരും പറയാനായിട്ടൊന്നുമില്ല. എക്കോ അടിക്കുന്നു. ഹായ്, ഹലോ. ഫുള്ളാണ് കണ്ടോ, ഫുൾ ഈ ഒരു പാറയിൽ എഴുതി വെച്ചേക്കുക. ഇനി നമുക്ക് വെളിയിലോട്ടുള്ള വേ ആണേ. സോ ഹായ് ഗൈസ്, ഞങ്ങൾ ആ ചർച്ചിൽ നിന്ന് തിരിച്ചിട്ട് ഇപ്പം ചാമുണ്ഡി ഹിൽ സ്റ്റേഷനിൽ വന്നു. എന്ന് പറയുമ്പോൾ മൈസൂരിലെ ഏറ്റവും ടോപ്പ് ഹിൽ സ്റ്റേഷനാണ് ചാമുണ്ഡി ഹിൽ സ്റ്റേഷൻ എന്ന് പറയുന്നത്. സോ ലെറ്റ്സ് എക്സ്പ്ലോർ ഹിയർ. നല്ല ഭംഗിയുണ്ടല്ലേ ഈ കളർ കോമ്പിനേഷൻ. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു.
ഷുഗർ കെയിൻ ജ്യൂസ് ഒക്കെ ഉണ്ട് ഗൈസ്. നമ്മളത് ഓർഡർ ചെയ്തിട്ടുണ്ടോ. ഇവിടെ എല്ലാ ഷുഗർ കെയിൻ്റെ ജ്യൂസിൻ്റെ കടകളാണ്. നമുക്ക് ലഞ്ച് കഴിക്കാനായിട്ട് പോവാം. ലഞ്ച് കഴിക്കാൻ പോവാം. Guys, guess where I am. നമ്മുടെ കോളേജുകളെല്ലാവരും അവരുടെ 10th +2 വന്നിട്ടുണ്ട്. പക്ഷെ ഞാൻ ഫസ്റ്റ് ടൈമാണ് മൈസൂർ പാലസ് കാണുന്നത്. സോ ഐ എം സോ എക്സൈറ്റഡ്. എനിക്കിതെല്ലാം ന്യൂ ആണ്. എന്നിട്ട് മിക്കവരും വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞു. എനിക്കെന്തോ ഞാൻ സോളോ ട്രിപ്പ് ചെയ്യുന്നതെന്ന് തോന്നുന്നുണ്ട്. ആക്ച്വലി ഞാനൊരു IV സ്കൂൾ ട്രിപ്പിനാണ് വന്നേക്കുന്നത്. സ്കൂളല്ല, കോളേജ് ട്രിപ്പിൽ. എന്നിട്ട് ഞാൻ ഇവിടെ സോളോ ട്രിപ്പ്. ജലദോഷം ഇപ്പോഴും അത്ര പോയിട്ട് ഇനി ടിക്കറ്റ് എടുത്തിട്ട് വേണം പാലസിൻ്റെ അകത്ത് കയറാൻ. സോ ലെറ്റ്സ് സീ ഗായ്സ്. കണ്ടോ, ഇതൊക്കെ കുറച്ച് ഗിഫ്റ്റ്സ്. ഇതൊക്കെ കുറച്ച് ഗിഫ്റ്റ്സ് നൈബറിങ് കൺട്രീസ് ഗിഫ്റ്റ് ചെയ്ത കുറച്ച് ഗിഫ്റ്റ്സൊക്കെയാണ് ഈ പ്ലേസ് ചെയ്തേക്കുന്നത്. ഗായ്സ് ഇത്രയേ ഉള്ളൂ ആക്ച്വലി മൈസൂർ പാലസ് എന്ന് പറഞ്ഞാൽ. അങ്ങനെ പ്രത്യേകിച്ചൊന്നും കാണാനില്ല. ആ ഒരു പാലസിൻ്റെ അകത്ത് കുറച്ച് ഹിസ്റ്റോറിക്കലായിട്ട് ആർട്ടിസ്റ്റിക് വർക്ക്സ് ഒക്കെ ഉണ്ട്. പിന്നെ അതൊക്കെ ഉള്ളൂ കാണാൻ. അയ്യോ സോറി. അപ്പം അതൊക്കെ ഉള്ളൂ കാണാൻ. അപ്പം ഇനി എവിടെ പോകുന്നത് വെച്ചാൽ വൃന്ദാവൻ ഗാർഡൻസോ അങ്ങനെ എവിടെയോ പോകുന്നുണ്ടെന്ന് പറഞ്ഞു. എൻ്റെ ഫോണിൽ ചാർജ് ഡൗൺ ആണ്. അപ്പം ഞാൻ ചാർജ് കയറ്റിയിട്ട് എടുക്കാം. നമ്മൾ എവിടെയാന്ന് വെച്ചാൽ വൃന്ദാവൻ ഗാർഡൻസ്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ആ സ്പോട്ടിലാണ് ഇപ്പോൾ വന്നത്. സ്റ്റേ ഹൈഡ്രേറ്റഡ്. വാട്ടർമെലൺ അത്രയ്ക്കും ചൂടുണ്ട് ഗൈസ്. വെയിലത്ത് വരുന്നതാണ് അതിൻ്റെ ചൂട്. ഈ വെയിലത്ത് വാട്ടർമെലൺ തിന്നുന്ന സുഖം വേറെ തന്നെയല്ലേ. ശബ്ദമൊന്നും ഇല്ല, എല്ലാം പോയി. ഗാർഡനിൽ ഇതൊക്കെയാണ് ഗൈസ് കാണാനുള്ള. ഈ ക്ലൈംബിങ് ഉണ്ട്, രസമുണ്ട് കാണാൻ. സൂം ചെയ്ത് കാണിച്ചു. ആടി ഒലയുന്നു അല്ലേ? അല്ല, ഒരു ക്വൈറ്റ് ആയിട്ടുള്ള ഒരു ഗാർഡൻ എങ്ങനെയൊക്കെ അതേപോലെയുള്ളു കാണാൻ. ചോളവും കഴിച്ച് നമുക്ക് ഈ താഴ്വാരങ്ങളിലൂടെ നടന്ന് പോവാ. മൊത്തം വെള്ളത്തിന്റെ ഒരു മനോഹരമായ. ഗൈസ് എന്ത് ബ്യൂട്ടിഫുൾ ആണ് ഇങ്ങനെ നടക്കാൻ. ഇഷ്ടപ്പെട്ടു. ആക്ച്വലി ഇവിടെ ഒന്നും കാണാൻ അങ്ങനെ ഇല്ല കേട്ടോ. അതാണ് ഞാൻ അങ്ങനെ കാണിക്കാറ്. ഈ സിറ്റിംഗ് ഏരിയ ഒക്കെയാണ് കുറച്ച് പീസ്ഫുള്ളായിട്ട് എനിക്കിഷ്ടപ്പെട്ടത്. നമുക്ക് ചായ കുടിക്കാൻ വേണ്ടി പോവാം. നോക്കൂ, ഇത് ഡാമാണേ. കൊള്ളാല്ലേ? ഇത് ഡാമാണ്. വർഷങ്ങളോളം പഴക്കമുള്ള ഒരു ഡാമാണിത്. എത്ര വർഷം? ഇപ്പൊ ആ ബോട്ടിൽ കയറിട്ട് ഇറങ്ങിയതേ ഉള്ളൂ. ദാ കിടക്കുന്നു. കള്ളം പറയണേട്ടാ, പച്ച നൂണ. ഞാൻ സോൾട്ടും ഷുഗറും പറഞ്ഞു, രണ്ടിന്റെ ഒരു മിക്സ്. മൂക്കനക്കാൻ വയ്യ, എന്നാലും തണുത്തത് കഴിക്കുമ്പോ ഒരു സുഖം. ഗൈസ് ഇവിടെ ഫുള്ള് ഷോപ്പിംഗ് ആണ്. രാത്രിയാകുമ്പോ ഈ ഗാർഡൻസിന്റെ ഇവിടെ കുഞ്ഞ് ഗ്ലാസ്സാണ്. കൈയുടെ അത്രയുണ്ടാവും ഗ്ലാസ്. നല്ല മധുരമുണ്ട്, നല്ല സ്ട്രോങ്. നമ്മളൊക്കെ എടുത്തുകൊണ്ട് പോകും ഇവിടെയൊക്കെ നിന്ന്. DJ നൈറ്റ് അല്ലെങ്കിൽ DJ എന്ന് പറയുമ്പോൾ റൂമിനകത്ത് ഇങ്ങനെ DJ സെറ്റ് എപ്പോഴും എൻ്റെ വൈബ്രേഷൻ ഇവിടെ അടിക്കുന്നുണ്ട് ഈ വാഷ്റൂമിൽ. അങ്ങനത്തെ എന്തോ പരിപാടിയാണ്. ഞാൻ ഇതുവരെ അറ്റൻഡ് ചെയ്തിട്ടില്ല. അതിനകത്തും എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റുമെന്ന് എനിക്കറിയത്തില്ല. സോ
ഇൻസൈഡ് ഗൈസ്. ഗൈസ് നമുക്ക് ഡിന്നർ കഴിക്കാം. കം. ഇവിടുത്തെ വാഷ് ബേസ് ഏരിയ ഇഷ്ടപ്പെട്ടു. ഡിന്നർ എന്താണെന്ന് നോക്കിയിട്ട് കഴിക്കാം. മൂക്കടങ്ങ്. ഡി ജെ വെച്ചാൽ വേറെ ലെവൽ ഡി ജെ. എൻ്റെ ചൂടെടുക്കേ, എ സി ആണ് എന്നാലും ചൂടെടുക്കും. ഞാൻ എൻ്റെ ഡി ജെസ് ഗൈസ്. ഹായ്. സോ ലെറ്റ്സ് ഹാവ് അവർ ഡിന്നർ. ഇതാണ് ഗൈസ് നമ്മൾ സ്റ്റേ ചെയ്യുന്ന ഹോട്ടൽ എന്ന് പറയുന്നത്. ഹോട്ടലിൻ്റെ ബാൽക്കണി ഞാൻ കാണിച്ചു തരാം. ഞാൻ മോർണിംഗ് കാണിച്ചു തന്നില്ലേ, അതുപോലെ തന്നെ ലൈക്ക് ഇതാണ് ബാൽക്കണി. ക്ലിയർ ആവുന്നുണ്ടോ? ചെറിയൊരു വൈബ്രേഷൻ പോലെ എനിക്ക് തോന്നി. ഇത് കർണാടക റോഡാണിത്. നല്ലൊരു വ്യൂ ഒക്കെ ഉണ്ട്. ദിസ് ഈസ് അവർ ഹോട്ടൽ. വി ആർ സ്റ്റേയിങ്. ഇത് ഞങ്ങളുടെ വണ്ടി. സോ ദാറ്റ്സ് ഇറ്റ്. നമുക്കിത് അടയ്ക്കാം. സോ ഗൈസ്, ഇതായിരുന്നു ഇന്നത്തെ മൈസൂർ വ്ലോഗ്. അപ്പം ഞാൻ ഇത് എൻഡ് ചെയ്യാൻ വേണ്ടി പോവാണ്. ഇനി കിടന്ന് ഉറങ്ങാൻ പോവാണ്. I hope you guys loved it. The sound ഒക്കെ പോയി. അത്രേ ഉള്ളൂ. See you on next vlog.